Morning. Today we have to explain the legal consideration to the digital marketing and what are the various ethical regulation to digital marketing. നമുക്ക് നോക്കാം, നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്തെന്ന് പഠിച്ചിട്ടുണ്ടാവും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് രീതിയിൽ ഏതെല്ലാം രീതിയിലാണ് ബിസിനസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത് എല്ലാം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും പ്രീവിയസ് ക്ലാസ്സുകളിൽ. ഇപ്പൊ സിംപ്ലി എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് സിംപ്ലി? നമുക്കറിയാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് ഡിജിറ്റൽ എക്യുപ്മെന്റ്സ് ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് ബിസിനസ് കണ്ടക്ട് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതാണ് എന്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയി വരുന്നത്. ഇപ്പൊ നമ്മൾ ഒരുപാട് ഓൺലൈൻ സൈറ്റുകളുണ്ട്, ഫ്ലിപ്കാർട്ട്, ആമസോണ്, ഒരുപാട് ഓൺലൈൻ സൈറ്റിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഓൺലൈനായി നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. അതുപോലെ ഓൺലൈൻ രീതിയിൽ ഇത്തരം ഡിജിറ്റൽ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് ബിസിനസ് കണ്ടക്ട് ചെയ്യുക, അതുപോലെ സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെന്റ്, ഇതെല്ലാം എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നമുക്കറിയാം, നമുക്ക് നിലവിലുള്ള ഒരുപാട് സോഷ്യൽ മീഡിയാസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റ ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും അതല്ലെങ്കിൽ മറ്റ് യൂട്യൂബ് പോലുള്ള ഒരുപാട് സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് അഡ്വർടൈസ്മെന്റ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കുറെ മുന്നേ കാലത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്നത് ട്രഡീഷണൽ മീഡിയ അഡ്വർടൈസ്മെന്റ് ആയിരുന്നു, ന്യൂസ് പേപ്പർ, ടെലിവിഷനൊക്കെ. ഇപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ ഒരു ന്യൂ ജനറേഷൻ വേർഡിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത്, കസ്റ്റമേഴ്സിനിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് രീതിയിലാണ്. ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയാസിലോ യൂട്യൂബിലോ വരുന്ന അഡ്വർടൈസ്മെന്റിന് കൂടുതൽ ആളുകൾ അത് ഫോക്കസ് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഓരോ സമയത്തും കൂടുതൽ ആളുകൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായി ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു മീഡിയ സോഷ്യൽ മീഡിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഇത്തരം നമ്മൾ സോഷ്യൽ മീഡിയാസിലൂടെ വരുന്ന അഡ്വർടൈസ്മെന്റ് ആണെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ഇപ്പൊ സിംപ്ലി പറയുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ടെക്നോളജീസ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തിട്ട് ബിസിനസ് കണ്ടക്ട് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ, അതുപോലെ ഇത്തരത്തിലുള്ള അഡ്വർടൈസ്മെന്റ് മാർക്കറ്റിംഗ് ഫംഗ്ഷൻസ് എല്ലാം ഡിജിറ്റലായി ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയി വരുന്നതിൽ. നമുക്ക് നോക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്തൊക്കെയാണ് അതിന്റെ ലീഗൽ കൺസിഡറേഷൻ, റെഗുലേഷൻസ് എന്തൊക്കെയാണ്, ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്ന സമയത്തുള്ള അതിന്റെ ലീഗൽ ആയിട്ടുള്ള ആസ്പെക്ട്സുകൾ എന്തൊക്കെയാണ്, ലീഗൽ സൈറ്റുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതുപോലെ നമുക്ക് അതിന്റെ എത്തിക്സ് കാര്യങ്ങൾ നോക്കാണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ പോലും കസ്റ്റമേഴ്സിന്റെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ വേണം ബിസിനസ് ചെയ്യാൻ. അപ്പൊ അത് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഏതെല്ലാം രീതിയിലുള്ള ഒരു എത്തിക്സ് വരുന്നുണ്ട്, എന്തെല്ലാം ഒരു മോറൽ വാല്യൂസ്, വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് ഫാൾസ് എന്ന രീതിയിൽ എന്തെല്ലാം വാല്യൂസ് വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം എന്താണ് അതിന്റെ ലീഗൽ കൺസിഡറേഷൻ, ലീഗലായി വരുന്ന സൈറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കതിൽ. ഡിജിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് ലീഗലായി വരുന്ന കാര്യങ്ങൾ, അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ, ലീഗലി എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഡാറ്റ പ്രൈവസി ആൻഡ് പ്രൊട്ടക്ഷൻ ആണ്. എന്താ ഡാറ്റ പ്രൈവസി എന്ന് പറഞ്ഞാൽ എന്താ? ഡാറ്റ പ്രൈവസി പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, ഡാറ്റ കസ്റ്റമേഴ്സിന്റെ ആണെങ്കിലും ഏതൊരു വ്യക്തിയുടേതാണ് എന്നുണ്ടെങ്കിലും അവരുടെ പ്രൈവസി എന്ത് ചെയ്യേണ്ടി വരും, പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മൾ ഇന്ന് മാർക്കറ്റിംഗിൽ ഒരുപാട് കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ഒരുപാട് പേഴ്സണലൈസ്ഡ് ഡാറ്റാസ് നമ്മൾ എടുക്കുന്നുണ്ട് ബിസിനസ്സുകാരെ. ഇപ്പൊ നമ്മൾ യൂട്യൂബ് യൂസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഓൺലൈൻ ഫ്ലിപ്കാർട്ട് പോലെ ഒരു ഓൺലൈൻ സൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്യുന്ന കുക്കീസ്, അതുപോലത്തെ നിങ്ങൾ എന്തൊക്കെ ബ്രൗസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ബ്രൗസിംഗ് പാറ്റേൺ ഏത് രീതിയിലാണ്, നിങ്ങൾ എങ്ങനെയാണ് ബ്രൗസിംഗ് ചെയ്യുന്നത്, ഏതെല്ലാം പ്രൊഡക്റ്റ് നിങ്ങൾ പിന്നെ വാച്ച് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം അതിലെ കറക്റ്റ് ഡാറ്റാസ് കിട്ടുന്നുണ്ട്. നമ്മുടെ ഏജ് ഡീറ്റെയിൽസ് ആണെങ്കിലും നമ്മുടെ പർച്ചേസിംഗ് ബിഹേവിയർ ആണെങ്കിലും നമ്മുടെ മറ്റേ എല്ലാ സ്റ്റാറ്റസും ഡീറ്റെയിൽസും ഇന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ടെക്നോളജീസ് യൂസ് ചെയ്ത് ബിസിനസ്സുകാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും നമുക്ക് മാക്സിമം എന്ത് ചെയ്യണം, കസ്റ്റമേഴ്സിന്റെ പ്രൈവസി കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മൾ ഏത് രീതി കസ്റ്റമേഴ്സിന് വേണ്ട പേഴ്സണലൈസ്ഡ് കണ്ടന്റുകൾ യൂട്യൂബിലാണെങ്കിലും മറ്റ് ഏത് ഓൺലൈൻ മാർക്കറ്റിംഗ് സൈറ്റ്, ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ആമസോൺ ആണെങ്കിലും ഏത് സൈറ്റ് ആണെങ്കിലും നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതിന്റെ ബേസിൽ ഇപ്പൊ എന്ത് ചെയ്യാറുണ്ട്, സ്റ്റാർട്ടിങ് നമ്മൾ സെർച്ച് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആദ്യം വരാറുണ്ട്. അപ്പൊ അതൊക്കെ ഇവര് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് നമ്മളെ പർച്ചേസിംഗ് ബിഹേവിയറും നമ്മളെ മറ്റ് ഏജ് ഡീറ്റെയിൽസും എല്ലാവരും മോണിറ്റർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഡാറ്റാസും ഡീറ്റെയിൽസ് ഒക്കെ ഇന്ന് എന്തെങ്കിലും ടെക്നോളജിയിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൽ സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഗൂഗിൾ അക്കൗണ്ട് അതല്ലെങ്കിൽ നമ്മൾ സൈനപ്പ് ചെയ്യുന്നതിലൂടെ നമ്മൾ എല്ലാ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് മറ്റുള്ളവരിലേക്ക് എത്തുന്നുണ്ട്. ഒന്നും വേണ്ട, നമ്മളൊരു ആധാർ കാർഡ് എല്ലാം ആയിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. ഒരു ആധാർ നമ്പർ ശരിക്കും സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പേഴ്സണൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കേണ്ടത് ബിസിനസ്സുകാരെ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യാനും നമുക്ക് വേണ്ട ഇമെയിൽ മാർക്കറ്റിംഗ് ആണെങ്കിലും സോഷ്യൽ അഡ്വർടൈസ്മെന്റ് ചെയ്യാനാണെങ്കിലും ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത്
നമ്മുടെ പേഴ്സണലൈസ്ഡ് കണ്ടന്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് പേഴ്സണൽ ഡീറ്റെയിൽസുകളൊക്കെ അവര് എടുക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയാണെങ്കിലും കസ്റ്റമേഴ്സിന്റെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ ഡാറ്റാസ് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. നിങ്ങൾ ഒരു ഷോപ്പില് ഒരു വട്ടം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാല് പിന്നീട് ആ ഷോപ്പിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങളെ വാട്സപ്പിൽ വരാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മെയിലിലേക്ക് നിങ്ങളെ ഇമെയിൽ ഐ ഡിയിലേക്ക് ആ ഷോപ്പിന്റെ അഡ്വർടൈസ്മെന്റുകൾ വരാറുണ്ട്. ഇതെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യാണ്. നമ്മളെ മൊബൈൽ നമ്പർ ആണെങ്കിലും മറ്റു നമ്മുടെ മെയിൽ ഐ ഡി ആണെങ്കിലും ഇതെല്ലാം അവരെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും കസ്റ്റമേഴ്സിന്റെ സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യണം. അത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. പേഴ്സണൽ ഡീറ്റെയിൽസ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾക്ക് സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ അവരെ പിന്നെ മോണിറ്റർ ചെയ്യുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഡാറ്റാസ് എന്ത് ചെയ്യാൻ പാടില്ല, മിസ്യൂസ് ചെയ്യാൻ പാടില്ല. കസ്റ്റമേഴ്സിന് ഒരു പ്രൈവസി സ്വകാര്യത പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. മിസ്യൂസ് ചെയ്യാൻ പാടില്ല പേഴ്സണൽ ഡാറ്റാസ്. ഇപ്പൊ നോക്കാം, GDPR ആണ് ഇതിൽ ആദ്യം പറഞ്ഞിട്ടുള്ളത്. ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ ആണ്. യൂറോപ്യൻ റെഗുലേഷനിൽ അവരൊരു ഗവേൺ ചെയ്തൊരു രീതിയാണ്. പേഴ്സണൽ ഡാറ്റ കളക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും കസ്റ്റമേഴ്സിന് പേഴ്സണൽ ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിലും അത് പ്രോസസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും സ്റ്റോർ ചെയ്യുകയാണെങ്കിലും ഇതെല്ലാം എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ കൺസെന്റോട് കൂടി അവരെ അനുമതിയോട് കൂടി മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ ഷോപ്പിലേക്ക് ഒരാൾ വന്നു, അല്ലെങ്കിൽ ഒരു ഫ്ലിപ്കാർട്ട് പോലെ ഒരു ഓൺലൈൻ സൈറ്റിലെ ഒരാൾ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞു, അങ്ങനെ വാങ്ങിക്കാണ് എന്നുണ്ടെങ്കിലും നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അവർ എടുക്കും. നമ്മളിപ്പോ ആദ്യമായിട്ട് ഫ്ലിപ്കാർട്ടിൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷന്, അതുപോലെ നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ അഡ്രസ്സ് എല്ലാം അതിൽ കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞ് ഒരു തവണ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ബൈ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് നേരെ ക്യാഷ് സെറ്റിൽമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആദ്യം എൻ്റർ ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ സൈറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസ് അവിടെ ചോദിക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അങ്ങനെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ടെങ്കിലും അതിന് വേണ്ടത്ര കൺസെന്റോട് കൂടി അത് കസ്റ്റമേഴ്സിന്റെ അറിവോട് കൂടി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് കളക്ട് ചെയ്യുന്നവർ അറിയിക്കുന്നുണ്ടല്ലോ, നമ്മൾ ഈ ഇത് കളക്ട് ചെയ്യുന്ന നമുക്കറിയാം, അവരെ അനുമതിയോട് കൂടെ മാത്രമേ കസ്റ്റമേഴ്സിന്റെ ഡാറ്റാസ് കളക്ട് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ അത് നല്ല രീതിയിൽ പ്രോസസ് ചെയ്യുക, അത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അവരെ സ്വകാര്യത പ്രൊട്ടക്ട് ചെയ്യണം. മറ്റുള്ള മാർഗത്തിലേക്ക് ആ ഡാറ്റാസ് യൂസ് ചെയ്യാൻ ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് ഇതിൽ ഒരാളുടെ പ്രൈവസി സംരക്ഷിക്കുക എന്ന രീതിയിൽ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നോക്കത്തില് മറ്റ് അതർ റീജിയൻ ഡാറ്റ പ്രൈവസി ലോസ് ഒക്കെ പറയുന്നതില് ബ്രസീല്, കാനഡ, അതുപോലെ മറ്റു രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ പ്രൈവസി റെഗുലേഷൻസ് വരുന്നുണ്ട്. നമുക്കറിയാം, നമ്മള് വാട്സപ്പിലേക്ക് യൂസ് ചെയ്യുന്ന ഇമോജി വരെ ഒരാളുടെ സ്റ്റിക്കറോ കാര്യങ്ങളോ മറ്റുള്ള ഒരു അയാളുടെ പെർമിഷൻ അല്ലാതെ യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ നമ്മൾ ഇമോജീസ് ഉണ്ടാക്കാറുണ്ടല്ലോ, ഇമോജീസോ അതല്ലെങ്കിൽ നമ്മൾ സ്റ്റിക്കേഴ്സ് ഒക്കെ, ആ സ്റ്റിക്കേഴ്സ് വരെ ഇപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് ആയി വന്ന ഒരു കോടതി വിധിയിൽ ഉള്ളതാണ്. ആ സ്റ്റിക്കർ വരെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ സെൻഡ് ചെയ്യാനോ അയാളെ ഹരാസ് ചെയ്യുന്ന രീതിയിൽ വിടാനോ പാടില്ല എന്ന്. അപ്പൊ അതുപോലെ ഈ ഓൺലൈൻ മാർക്കറ്റിംഗിന്റെ കേസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കേസിലേക്ക് കസ്റ്റമേഴ്സിന് കളക്ട് ചെയ്യുന്ന ഇത്തരം പേഴ്സണൽ ഡീറ്റെയിൽസും ഒരു കാരണവശാലും പിന്നെ അത് പുറത്തുവിടാൻ പാടില്ല, പ്രൈവസിയിൽ സൂക്ഷിക്കണം എന്നാണ് ഇവര് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവർ ഈ കാനഡ ഇതുപോലെ ഒരുപാട് രാജ്യങ്ങൾ ഒരുപാട് റെഗുലേഷൻസ് ഇതുമായി ബന്ധപ്പെട്ടവര് ഇറക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കാം, അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. നമ്മൾ പറഞ്ഞു സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെന്റ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന വാട്സപ്പ്, സോഷ്യൽ മീഡിയാസ്, യൂട്യൂബ്, ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് അഡ്വർടൈസ്മെന്റ് വരുന്നുണ്ട്. നമുക്കറിയാം ഒരുപാട് ആഡുകൾ വരാറുണ്ട്. അപ്പൊ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇത്ര ഡിജിറ്റൽ ടെക്നോളജീസ് യൂസ് ചെയ്ത് ബിസിനസിന്റെ അഡ്വർടൈസ്മെന്റ് വരികയാണ് എന്നുണ്ടെങ്കിലും അവിടെ ഇവരെ അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ആ അഡ്വർടൈസിംഗ് ചെയ്യേണ്ട ചില രീതികളുണ്ട്. അതിലൊന്നാണ് പറഞ്ഞിട്ടുള്ളത്, നോക്കതില് FTC ഗൈഡ് ലൈൻ ആണ്. ദ ഫെഡറൽ ട്രേഡ് കമ്മീഷൻ മാൻഡേറ്റ്സ് ട്രൂത്ത്ഫുൾ ആൻഡ് നോൺ ഡിസെപ്റ്റീവ് അഡ്വർടൈസിംഗ്, സബ്സ്റ്റാൻഷൻ ഓഫ് ക്ലെയിം ആൻഡ് ക്ലിയർ ഡിസ്ക്ലോഷർ ഓഫ് ഇൻ ആഡ്സ്. ഇപ്പൊ ഇതിലെ എൻഡോഴ്സ്മെന്റ് ഒക്കെ ചെയ്യുന്ന സ്പോൺസേഡ് കണ്ടന്റ് ഒക്കെയാണ്. ഇപ്പൊ ഒരുപാട് ഫിലിം ആക്ടേഴ്സ്, സ്പോർട്സ് സ്റ്റാർ അഡ്വർടൈസ്മെന്റില് ഇവരെ പ്രസന്റ് ചെയ്യാറുണ്ട്. ബ്രാൻഡ് അംബാസഡർമാരായി ഒരുപാട് സെലിബ്രിറ്റീസ് ഇവർ പരസ്യം ചെയ്യാറുണ്ട്. എങ്ങനെയാണെങ്കിലും നമ്മളൊരു ആഡ് കൊടുക്കുന്ന സമയത്ത്, ഒരു ഓൺലൈൻ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന സമയത്ത് മറ്റുള്ളവരെ ഡിസീവ് ചെയ്യുന്ന രീതിയിൽ, ചതിക്കുക എന്നുള്ള ഉദ്ദേശത്തിലെ രീതിയിൽ തെറ്റായ വിവരങ്ങൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ പാടില്ല. ആ പ്രൊഡക്റ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും, ക്വാളിറ്റിയും, അതിന്റെ പ്രൈസും, അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, ട്രൂത്ത്ഫുൾ ആയി മാത്രം അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ പാടുള്ളൂ. അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന സമയത്ത് തെറ്റായ കാര്യങ്ങളോ പിന്നെ ശരിയല്ലാത്ത വിവരങ്ങളോ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ പാടില്ല. ഇപ്പൊ നമ്മള് ഒരു ഫിലിം ആക്ടർ, ഒരു ബ്രാൻഡ് അംബാസഡർ ആണ് എന്നുണ്ടെങ്കിൽ അയാൾ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് തെറ്റായ വിവരം കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാം അല്ല. അപ്പൊ അങ്ങനെ ഒരുപാട് റീസെന്റ് ആയി വരാറുണ്ട്. ഇപ്പൊ നമ്മള് പിന്നെ ഒരു ഇന്ദുലാഗ എന്നുള്ള സോപ്പില്, നമുക്ക് യൂസ് ചെയ്തിരുന്ന സോപ്പില് അതില് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി മുഖം വെളുക്കുന്ന ഒരു ആഡ് വന്നിരുന്നേ. പക്ഷെ അതില് ഒരാൾ കംപ്ലൈന്റ് കൊടുത്താൽ കേസായി പോയി. അപ്പൊ ഏതൊരു ബ്രാൻഡ് അംബാസഡർ ആണെങ്കിലും സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റ് ആണെങ്കിലും ഫിലിം ആക്ടേഴ്സ് ആണെങ്കിലും കൊടുക്കുന്ന അഡ്വർടൈസ്മെന്റില് ക്ലാരിറ്റി വേണം,
കൃത്യമായ ഡീറ്റെയിൽസ് ആയിരിക്കണം. മറ്റുള്ളവരെ ചതിക്കുക എന്ന രീതിയിൽ ഫ്രോഡായി വിവരങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൽ അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ്സിൽ വന്നിട്ടുള്ളത്. നോക്കുതില് അതുപോലെ മറ്റൊന്ന് അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ്സിൽ ASA കോഡ് വരുന്നുണ്ട്. ഇതില് നോക്കാം. The Advertising Standard Authority has specific code, CAP code that ensure advertising UK. ഇംഗ്ലണ്ടിലേക്ക് മിസ്ലീഡിംഗ് ആഡുകൾ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലണ്ടിലെ ഒരു സെറ്റ് ചെയ്ത കോഡാണ് ASA കോഡ് വരുന്നത്. തെറ്റായ അഡ്വർടൈസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്ന രീതിയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നോക്കേ, വരുന്നതാണ് എൻഡോഴ്സ്മെന്റ് ആൻഡ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണ്. ഈ പറഞ്ഞ പോലെ നമ്മളൊരു ബ്രാൻഡില് അംബാസഡറായി മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡ് കറക്റ്റ് ആണോ, അതിന് പറഞ്ഞ ക്വാളിറ്റി ഉണ്ടോ, അതെല്ലാം ശരി തന്നെയാണോ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, ബ്രാൻഡ് അംബാസഡർമാരും ചെക്ക് ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ അതല്ലാതെ മറ്റുള്ളവരെ ഡിസീവ് ചതിക്കുന്ന രീതിയിലാകരുത്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഓരോ ഫിലിം ആക്ടേഴ്സ് പരസ്യത്തിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ, ആക്ടേഴ്സ് ഉണ്ടെങ്കിൽ, സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ്, ആ കമ്പനിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ്, ബ്രാൻഡ് അംബാസഡർ റിലേഷൻഷിപ്പ് അവരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവണം. മറ്റൊന്ന് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, IPR കേട്ടിട്ടുണ്ടാവും അല്ലെ, കോപ്പിറൈറ്റ് ആയിട്ട്. കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, പാറ്റന്റ് ഒക്കെ ഇത് നമ്മൾ IPR പറയുന്ന അൺഓതറൈസ്ഡ് യൂസ് ഓഫ് ഇമേജസ്, മ്യൂസിക്, വീഡിയോ, റിട്ടൺ കണ്ടന്റ് ക്യാൻ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ്. ഇപ്പൊ നമുക്കറിയാം കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, മറ്റുള്ള നമ്മളൊരു ബുക്ക് പബ്ലിഷ്, ഒരു ഓതറെ ബുക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അനുമതി ഇല്ലാതെ മറ്റൊരാൾക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ലേ, കോപ്പിറൈറ്റ് വരാറുണ്ട്. അതെനിക്ക് സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഒരാൾ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ അയാളുടെ പെർമിഷനോ അനുവാദം ഇല്ലാതെ മറ്റൊരാൾക്ക് പബ്ലിഷ് ചെയ്യാനോ ഡെവലപ്പ് ചെയ്യാനോ പറ്റില്ല. അങ്ങനെ ഓരോ സോഫ്റ്റ്വെയർസ് ആണെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിലും അതിന് കോപ്പിറൈറ്റ് പെർമിഷൻ അതോറിറ്റി കൊടുക്കാറുണ്ട്. അത് ആ ഡെവലപ്പ് ചെയ്ത ആൾക്കല്ല എന്നല്ലാതെ അത് യൂസ് ചെയ്യാൻ, അത് മറ്റ് സെല്ല് ചെയ്യാനോ പബ്ലിഷ് ചെയ്യാനോ പാടില്ലേ. അപ്പൊ അത്ര ഒരുപാട് കോപ്പിറൈറ്റ് സംഭവങ്ങൾ വരാറുണ്ട്. ഇപ്പൊ നമ്മൾ ബിസിനസ്സിലാണെങ്കിലും ട്രേഡ് മാർക്ക്, ബ്രാൻഡ് നെയിം കണ്ടല്ലേ, രജിസ്റ്റേർഡ് ബ്രാൻഡ് നെയിം ആണ് ട്രേഡ് മാർക്ക് വരുന്നത്. ഒരു കമ്പനിയുടെ ബ്രാൻഡ് നെയിം, സിമ്പിള്, ലോഗോ വരാറുണ്ട്. അപ്പൊ ഇത്തരം ഒരു കമ്പനിയുടെ ലോഗോ മറ്റൊരു കമ്പനി എന്ത് ചെയ്യാൻ പാടില്ല, പെർമിഷൻ ഇല്ലാതെ യൂസ് ചെയ്യാനോ ഫ്രാഞ്ചൈസി കാര്യങ്ങളൊന്നും അല്ലാതെ, ലൈസൻസിങ് അതോറിറ്റീസ് ഇല്ലാതെ മറ്റൊരു കമ്പനിയുടെ ലോഗോ യൂസ് ചെയ്യാനൊന്നും പാടില്ല. അപ്പൊ നമ്മൾ ഓൺലൈൻ മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിലും ഈ രീതിയിലുള്ള റൂൾസ് റെഗുലേഷൻസ് കൃത്യമായി കീപ്പ് ചെയ്യണം. ഇപ്പൊ നമ്മൾ പുതിയൊരു ഓൺലൈൻ സൈറ്റ് തുടങ്ങിയിട്ട്, ഒരു ഓൺലൈൻ മാർക്കറ്റിംഗ് സൈറ്റ് തുടങ്ങിയിട്ട് നിലവിലുള്ള ഒരു സൈറ്റിന്റെ അതേ ലോഗോ കോപ്പി ചെയ്യാനോ അതേ ലോഗോയുടെ സിമിലർ ആയിട്ട് എന്തെങ്കിലും ലോഗോ കോപ്പി ചെയ്യാനൊന്നും പാടില്ലേ. അപ്പൊ ഇങ്ങനെ നമ്മൾ മറ്റൊരു കമ്പനികളുടെ ബ്രാൻഡ് നെയിം ആണെങ്കിലും ലോഗോസ് ആണെങ്കിലും ഇതെല്ലാം എന്ത് ചെയ്യണം, അവരുടെ അനുവാദം ഇല്ലാതെ, പെർമിഷൻ ഇല്ലാതെ, കറക്റ്റ് പ്രൊസീജിയേഴ്സ് ഇല്ലാതെ യൂസ് ചെയ്യാൻ പാടില്ല. അതും മാർക്കറ്റിംഗ് രംഗത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിലും മറ്റൊരു ബിസിനസിന്റെ ലോഗോസോ കാര്യങ്ങളോ അവരുടെ പെർമിഷൻ ഇല്ലാതെ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊരു കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സില് വന്നിട്ടുള്ളത്. അത് ട്രേഡ് മാർക്ക് നമ്മൾ പറഞ്ഞു. ട്രേഡ് മാർക്കും ബ്രാൻഡ് നെയിമും നമുക്കറിയാം. ട്രേഡ് മാർക്ക് ആണെങ്കിൽ രജിസ്റ്റേർഡ് ബ്രാൻഡ് നെയിം ആണ് ട്രേഡ് മാർക്കിൽ വരുന്നത്. അത് കമ്പനിയുടെ ലോഗോ, സിമ്പിൾ എന്തും ആവാം. പക്ഷെ ഇതിൽ നമുക്കിതില് പറഞ്ഞിട്ടില്ല ലോഗോ, ബ്രാൻഡ് നെയിം കാര്യങ്ങളൊക്കെ. ഒരു ബ്രാൻഡിനെ മറ്റൊരു ബ്രാൻഡിന് ഡിഫറൻസ് ചെയ്യുന്നത് അവരുടെ ബ്രാൻഡ് നെയിം ലോഗോ ആണ്. ഇപ്പൊ നമ്മൾ ബെൻസ് എന്ന് പറയുമ്പോൾ ബെൻസിന്റെ സിമ്പിൾ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഓഡി എന്ന് പറയുന്ന സമയത്ത് ആ ഓഡി കാറിന്റെ സിമ്പിൾ മൈൻഡിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ കമ്പനികളുടെ പ്രൊഡക്റ്റിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന, ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ട്രേഡ് മാർക്ക് ഇത്തരം രജിസ്റ്റേർഡ് ബ്രാൻഡ് നെയിം ആണ്. ലീഗലി അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ബ്രാൻഡ് നെയിം ആണ് ട്രേഡ് മാർക്ക് വരുന്നത്. പിന്നെ മറ്റും നോക്കാം, യൂസർ ജനറേറ്റഡ് കണ്ടന്റ് ആണ്, UGC ആണ്. ഇപ്പൊ നമുക്കറിയാം ഒരുപാട് ബിസിനസ് മാഗസിൻസുകൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, മാർക്കറ്റിൽ പബ്ലിഷ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഒരു മാഗസിനില് ഒരു ബിസിനസിന്റെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് കൊടുക്കുന്നതില് ആ ബുക്ക് എഴുതി ഓതർ എന്ത് ചെയ്തു, ആ ബിസിനസിനെ കുറിച്ച് ഒരു ബിസിനസിനെ കുറിച്ച് എന്തെങ്കിലും ക്യാപ്ഷൻ കൊടുത്തു വിചാരിക്കുക. ആ ക്യാപ്ഷൻ ഇയാൾ ആ ബുക്ക് പബ്ലിഷ് ചെയ്ത സമയത്ത്, മാഗസിൻ പബ്ലിഷ് ചെയ്ത സമയത്ത് അയാൾ കൊടുത്തൊരു ക്യാപ്ഷനാണ്. ആ ക്യാപ്ഷന് മറ്റൊരു യൂസിന് വേണ്ടി, മറ്റൊരു പർപ്പസിന് വേണ്ടി അഡ്വർടൈസിങ് ക്യാപ്ഷനായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അതായത് എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്ത എന്തെങ്കിലും ക്യാപ്ഷനോ എന്തെങ്കിലും കമന്റോ എന്തെങ്കിലും കാര്യങ്ങള് അത് മറ്റൊരു പർപ്പസിന് വേണ്ടി, അഡ്വർടൈസ്മെന്റ് പർപ്പസിനേക്ക് വേണ്ടി മറ്റൊരാൾ യൂസ് ചെയ്യാൻ പാടില്ല, അയാൾ പെർമിഷൻ ഇല്ലാതെ. ഇപ്പൊ ഇതും ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വരുന്ന ഒരു കാര്യമാണ് യൂസർ ജനറേറ്റഡ് കണ്ടന്റ് എന്ന്. ഇപ്പൊ ഇതിൽ പറയുന്നത് IPR പറഞ്ഞിട്ടുള്ളത് ഒരു വ്യക്തി ഡെവലപ്പ് ചെയ്ത
ഒരു വ്യക്തി ഡെവലപ്പ് ചെയ്ത സംഭവങ്ങള് മറ്റൊരാള് അയാളുടെ പെർമിഷൻ ഇല്ലാതെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യമാണ് അതിൽ യൂസർ ജനറേറ്റഡ് കണ്ടന്റിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇമെയിൽ മാർക്കറ്റിംഗ് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ ഫോണിലേക്ക് ഇമെയിലിലേക്ക് ഒരുപാട് അഡ്വർടൈസ്മെന്റ് മെസ്സേജുകൾ വരാറുണ്ട്, ഒരുപാട് സ്പാമും ഉണ്ടാവാറുണ്ട്, അതുപോലെ ഒരുപാട് മെയിലുകൾ വരാറുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ കമ്പനികളും എന്ത് ചെയ്യാറുണ്ട്, കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഓരോ അഡ്വർടൈസ്മെന്റ് സെൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്കറിയാം നമ്മളിപ്പോ ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാല് നമ്മുടെ മൊബൈൽ നമ്പർ അവർ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അവരെ വാട്സപ്പ് ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നത് നമ്മളെ വാട്സപ്പിൽ വരും. അവരുടെ ഡീറ്റെയിൽസ് ഓഫർ സ്റ്റാറ്റസ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഈ രീതി അതുപോലെ നമ്മൾ ചെയ്യുന്നതാണ് ഇമെയിൽ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ. ഒരു മെയിൽ കിട്ടിക്കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ മെയിലിലേക്ക് എന്ത് ചെയ്യും, ഓരോ ബിസിനസ്സുകാരും ഡിജിറ്റലായി അവർ അഡ്വർടൈസ്മെന്റുകളും കാര്യങ്ങളും പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് മെയിലിലേക്ക് സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് രീതിയാണ്. ഡിജിറ്റൽ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഇമെയിൽ എന്ന ഡിജിറ്റൽ ടെക്നോളജി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, അവര് അഡ്വർടൈസ്മെന്റ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള സെന്റർ നെയിം, ഫിസിക്കൽ അഡ്രസ്, അതിന് വാലിഡ് ഫിസിക്കൽ അഡ്രസ് ഉണ്ടോ, അതുപോലെ നമുക്ക് വേണമെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ അതിൽ കൊടുക്കണം. ഇനി എനിക്ക് തോന്നുകയാണ് ആ കമ്പനിയുടെ മെസ്സേജ് അവർ അഡ്വർടൈസ്മെന്റ് എന്റെ ഫോണിലേക്ക് വരണ്ട, എന്റെ മെയിലിലേക്ക് വരണ്ട എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെനിക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിൽ വേണം. അപ്പൊ അങ്ങനെയൊക്കെ അതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ മെയിലുകൾ അഡ്വർടൈസ്മെന്റ് ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടേയിരിക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ കസ്റ്റമേഴ്സിന് ഇത് അൺസബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ വേണം. അതുപോലെ പ്രൈവസി ഡയറക്റ്റീവ് ആണ്. റിക്വയർ കമ്പനി ടു ഒബ്റ്റെയിൻ കൺസെന്റ് ബിഫോർ സെൻഡിങ് മാർക്കറ്റിംഗ് ഇമെയിൽ ആൻഡ് മാൻഡേറ്റ് എ ക്ലിയർ ഓപ്റ്റ് മെക്കാനിസം ഫോർ സബ്സ്ക്രൈബേഴ്സ്. കറക്റ്റ് ഒരു കൺസെന്റ് ഉണ്ടായിരിക്കണം എന്നാണ്. മാർക്കറ്റിംഗ് ഇമെയിൽസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ റൂൾസ് പാലിച്ചുകൊണ്ട് കൃത്യമായി കൺസെന്റ് വാങ്ങിയിട്ട് മാത്രമേ ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ അതോറിറ്റീസിൽ നിന്ന് ആ ഒരു കൺസെന്റ് വാങ്ങിയിട്ടുണ്ടാവണം. മറ്റൊന്ന് ഗ്ലോബൽ കംപ്ലൈൻസ് ആണ്. മെനി കൺട്രീസ് ഹാവ് സിമിലർ റിക്വയർമെന്റ് ഫോർ ഇമെയിൽ മാർക്കറ്റിംഗ് ഓഫ് റിക്വയറിംഗ് ക്ലിയർ ഓപ്റ്റ് ഇൻ ഹാൻഡ് ഓപ്റ്റ് ഔട്ട് മെക്കാനിസം. ഈ പറഞ്ഞ പോലെ നമുക്ക് ഇമെയിൽ മാർക്കറ്റിംഗ് ആണെങ്കിലും സ്പാമായി ഒരുപാട് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഇൻബോക്സിൽ അത് ഓവർലോഡ് ആയി പോകും. അപ്പൊ അൺസബ്സ്ക്രൈബ് ചെയ്യാതെ നമുക്ക് ഒഴിവാക്കാനുള്ള ഓപ്ഷൻസ് അതിൽ കസ്റ്റമേഴ്സിന് കൊടുത്തിട്ടുണ്ടാവണം. അതും അവരെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്കതിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് റൈറ്റ് ടു ബി ഇൻഫോംഡ്. ദ കൺസ്യൂമേഴ്സ് ഹാവ് ദ റൈറ്റ് ടു ക്ലിയർ ഇൻഫർമേഷൻ റിഗാർഡിംഗ് പ്രോഡക്റ്റ് ആൻഡ് സർവീസ്. മിസ്ലീഡിംഗ് ആൻഡ് അൺക്ലിയർ ഓഫേഴ്സ് ക്യാൻ ബി സീൻ ആസ് വയലേഷൻ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ. ഇപ്പൊ നമ്മൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, കൺസ്യൂമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും വാല്യൂം എല്ലാ കാര്യവും ഒരു ചോദിച്ച് വാങ്ങണം എന്ന് പറയാറുണ്ട്. പിന്നീട് കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായി ശരിക്കും പിന്നെ ബിസിനസ്സുകാരും അതിന് ബാധകമല്ല. കാരണം നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് അത് ചോദിച്ച് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? കസ്റ്റമേഴ്സിൻ്റെതാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡിജിറ്റലായി മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത്, ഓൺലൈൻ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ ആ പ്രൊഡക്റ്റിന്റെ എല്ലാ ഡീറ്റെയിൽസുകളും അതിന്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ടാവണം. മറ്റുള്ളവരെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിലോ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലോ ഇല്ലാത്ത ഡീറ്റെയിൽസ് കൊടുക്കാനോ പാടില്ല. കൃത്യമായി ആ പ്രൊഡക്റ്റുമായി സംബന്ധിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും, അതിന്റെ പ്രൈസ്, ക്വാളിറ്റി, സൈസ് എല്ലാം എന്ത് ചെയ്യണം? കൊടുത്തിട്ടുണ്ടാവണം. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഫ്ലിപ്കാർട്ടോ ആമസോണൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പ്രൊഡക്റ്റ് അതിൽ കാണാൻ പറ്റും. അതിന്റെ ഡിഫറെന്റ് കളറുകള്, അതിന്റെ സൈസ്. ഒരു ഷൂ വാങ്ങിക്കുകയാണെങ്കിൽ പോലും നമുക്ക് അതിന്റെ സൈസ് കറക്റ്റ് അടിച്ച് വാങ്ങാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാ ഡീറ്റെയിൽസും അതിൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ടാണെന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് കൺസ്യൂമർ വഞ്ചിതരാവാതിരിക്കാനുള്ള ഒരു നടപടിയായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഓൺലൈൻ റിവ്യൂസ് ഉണ്ട്. ഓൺലൈൻ റിവ്യൂല് മെനി റീജിയൻ റിക്വയർ ട്രൂത്ത്ഫുൾ ഓൺലൈൻ റിവ്യൂ. ദ പേയിങ് ഫോർ ഫേക്ക് റിവ്യൂ, ഡിലീറ്റിംഗ് നെഗറ്റീവ് റിവ്യൂ, ഫെയിലിംഗ് ടു ഡിസ്ക്ലോസ് സ്പോൺസർഷിപ്പ് ക്യാൻ ലീഡ് ടു ലീഗൽ റിപ്രിക്കഷൻ. ഓൺലൈൻ റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ റീസെന്റ് ആയി നമ്മൾ എന്തെങ്കിലും ഫിലിം കണ്ടു കഴിഞ്ഞാൽ വരെ ആ ഫിലിമിന്റെ താഴെ ഒരുപാട് റിവ്യൂസ് വരാറുണ്ട്. നെഗറ്റീവായും പോസിറ്റീവായും റിവ്യൂ ഉണ്ടാവും. ഈ കമന്റുകൾ ഇടുന്ന എല്ലാം ശരിയാവണമെന്നില്ല. ഇപ്പൊ നമ്മൾ ഓൺലൈനിൽ കൂടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ കമന്റ് നോക്കും. കമന്റ് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു പേയ്മെന്റ് കൊടുത്ത് കമ്പനി ഇടിപ്പിക്കുന്നുണ്ടാവും. ചിലപ്പോൾ പ്രൊഡക്റ്റ് നല്ലതല്ലെങ്കിൽ പോലും നല്ല പ്രൊഡക്റ്റ് ആണ്, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണ്, എന്നിട്ട് വീണ്ടും പർച്ചേസ് ചെയ്യാം, അങ്ങനെ ടെൻഡൻസി ഉണ്ടാക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്? കമന്റുകൾ ചെയ്യിപ്പിക്കാറുണ്ട്. പേയ്മെന്റ് കൊടുത്തിട്ട് ആളുകൾ കൊണ്ട് എന്ത് ചെയ്യാറുണ്ട്? പിന്നെ കമന്റുകൾ, നല്ല പോസിറ്റീവ് കമന്റുകൾ ആ കമ്പനിക്കെതിരെ, പ്രൊഡക്റ്റിനെതിരെ, നല്ല പ്രൊഡക്റ്റ് നല്ലതാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പോസിറ്റീവ് കമന്റുകൾ ഇടാറുണ്ട്. അപ്പൊ ഈ രീതിയിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊരു കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഫേക്ക് റിവ്യൂസോ ഫേക്ക് കമന്റുകളോ ഓൺലൈൻ മാർക്കറ്റിംഗ് ചെയ്യാൻ പാടില്ല. ശരിയായ രീതിയിലുള്ള കമന്റുകളും റിവ്യൂസും മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മളത് അത് വായിച്ചിട്ട് ഒരു നല്ല കമന്റ് കണ്ടിട്ട് ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് വഞ്ചിതരാകാൻ പാടില്ലത്. അത് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ റിവ്യൂസ്
മറ്റൊന്ന് റീഫണ്ട് ആൻഡ് റിട്ടേൺ പോളിസീസ് ആണ്. ഇപ്പൊ നമ്മളെ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണ് എന്നുണ്ടെങ്കിലും അതിന്റെ റീഫണ്ട് എങ്ങനെയാണ്, അത് റിട്ടേൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം എന്തെങ്കിലും കൃത്യമായി കൊടുത്തിട്ടുണ്ടാവണം. ഇപ്പൊ നമ്മള് ആമസോണിന് പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ, ഒരു ഓൺലൈൻ സൈറ്റ് ആയി ആമസോണിന് പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ വേണമെങ്കിൽ ചെയ്യാം. റിട്ടേൺ ചെയ്യുമ്പോൾ കറക്റ്റ് എന്ത് ചെയ്യും, അതിന് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിലേക്ക് നമ്മൾ കൊടുത്ത ക്യാഷ് വരെ റീഫണ്ട് ചെയ്ത് കയറും. ആ ക്രെഡിറ്റ് ചെയ്യപ്പെടും, കൊടുത്ത ക്യാഷ് തിരിച്ചു കിട്ടും. റീഫണ്ട് ചെയ്യാനും റിട്ടേൺ ചെയ്യാനൊക്കെ പോസിബിൾ ആണ്. അപ്പൊ ഇങ്ങനെ ഓൺലൈൻ മാർക്കറ്റിംഗിൽ ഒരുപാട് ടെക്നോളജീസ് ഡെവലപ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ റീഫണ്ട് റിട്ടേൺ പോളിസീസ് ഒക്കെ എങ്ങനെയൊക്കെയാണ് എന്നൊരു കാര്യം എന്ത് ചെയ്യണം, ഈ രീതിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിനെ കൃത്യമായി ബോധിപ്പിച്ചിട്ടുണ്ടാവണം. അത് എങ്ങനെ റീഫണ്ട് ചെയ്യാൻ പറ്റും, അത് ഏത് രീതിയിലാണ് റീഫണ്ടിങ് പ്രൊസീജിയർ എങ്ങനെയാണ് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ കൊടുത്തിട്ടുണ്ടാവണം. മറ്റു നോക്കുന്നതിൽ കുക്കി കൺസെന്റ് ആണ്. ഇതിൽ പറഞ്ഞ നമ്മൾക്കറിയാം, നമ്മള് ഓരോ ബ്രൗസർ യൂസ് ചെയ്യുന്ന സമയത്തും നമ്മൾ നെറ്റിൽ എന്തൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടോ, ഏതൊക്കെ സൈറ്റ് എടുക്കുന്നുണ്ടോ, നമ്മൾ എന്തെല്ലാം ലോഗിൻ ചെയ്യുന്നുണ്ടോ, അതെല്ലാം ബ്രൗസറിലെ കുക്കീസിൽ അത് ലോഡായി പോകുന്നുണ്ട്. ഒന്നും വേണ്ട, നമ്മളെ ഓരോ ഫോണിലെ ഓരോ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അവര് ചോദിക്കാറുണ്ട്, പെർമിഷൻ ചോദിക്കാറുണ്ട്. നിങ്ങൾ ഗാലറി ആക്സസ് ചെയ്യട്ടെ, ക്യാമറ ആക്സസ് ചെയ്യട്ടെ, അങ്ങനെ ഓരോ രീതിയിൽ നിങ്ങൾ മറ്റ് യൂസ് ചെയ്യുന്ന മറ്റ് ആപ്പുകളിലേക്ക് പെർമിഷൻ ആക്സസ് ചെയ്യട്ടെ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ആക്സസ് അലോന്ന് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളെല്ലാം അലോ കൊടുക്കാറുണ്ട്. അങ്ങനെ അലോ കൊടുത്തു കഴിഞ്ഞാല് നമ്മൾ എങ്ങനെയാണ് യൂട്യൂബ് യൂസ് ചെയ്യുന്നത്, നമ്മൾ ക്രോമിൽ എന്തെല്ലാം കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ഡീറ്റെയിൽസ് അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ ട്രാക്ക് ചെയ്യുകയാണെങ്കിലും അത് മിസ്യൂസ് ചെയ്യാത്ത രീതിയിൽ ഒരു ബിസിനസ്സിന് അനുകൂലമായ രീതിയിൽ അവര് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതല്ലാതെ മറ്റൊരാളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന രീതിയിൽ ട്രാക്ക് ചെയ്യാൻ പാടില്ല എന്നൊരു കാര്യമാണ് അതിൽ കുക്കീസ് ആൻഡ് ട്രാക്കിംഗ് റെഗുലേഷനിൽ. മറ്റൊന്ന് ബിഹേവിയറൽ അഡ്വർടൈസിംഗ് ആണ്. പേഴ്സണലൈസ്ഡ് കളക്ടിംഗ് ഡാറ്റ ഫോർ പേഴ്സണലൈസ്ഡ് അഡ്വർടൈസിംഗ് ഓഫർ റിക്വയർ കൺസേൺ എസ്പെഷ്യലി ഇൻ റീജിയൻ ഗവൺമെന്റ് ബൈ GDPR. നമ്മൾ നേരത്തെ പറഞ്ഞ GDPR പറഞ്ഞിരുന്നതിൽ. അപ്പൊ ഇതില് നമ്മൾ ബിഹേവിയർ അഡ്വർടൈസിംഗ്, പേഴ്സണലൈസ്ഡ് അഡ്വർടൈസിംഗ് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഏതൊരു കസ്റ്റമർ എന്തൊക്കെ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ട് അവർ ഫ്രീക്വന്റ് ആയി എന്ത് പ്രൊഡക്റ്റാണോ ഓൺലൈനിൽ കൂടെ വാങ്ങിക്കുന്നത് അതിനനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് പേഴ്സണലൈസ്ഡ് അഡ്വർടൈസ്മെന്റുകളും ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എപ്പോഴും ഒരു ഷൂ പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫ്ലിപ്കാർട്ട് തുറക്കുന്ന സമയത്ത് അതിൽ ആ ഷൂവിന്റെ ഡീറ്റെയിൽസ് അതിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ പേഴ്സണലൈസ്ഡ് കണ്ടന്റുകളെ പേഴ്സണലൈസ്ഡ് അഡ്വർടൈസിംഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിലും അത് കൃത്യമായിട്ടുള്ളൊരു ലീഗലായി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതല്ല ഒരുപാട് ഓവറായി മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുന്ന രീതിയിൽ അവർ ട്രാക്ക് ചെയ്യാൻ പാടില്ല എന്നൊരു ലീഗൽ റെഗുലേഷൻ കൂടി ഇതിൽ ബിഹേവിയർ അഡ്വർടൈസിംഗ് പറഞ്ഞിട്ടുണ്ട്. മറ്റു നോക്കുക, സോഷ്യൽ മീഡിയ ആൻഡ് കണ്ടന്റ് ആണ്. ഇതിൽ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലും കറക്റ്റ് പറയുന്നുണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട്, എന്തൊക്കെ ബാൻ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് പ്ലാറ്റ്ഫോം സ്പെസിഫിക് റൂൾ ആണ്. ഓരോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആളുടെ പെർമിഷൻ ഇല്ലാതെ ഒരാളുടെ സ്റ്റിക്കറോ ഇമോജി എന്ത് ചെയ്യാൻ പാടില്ല, സ്റ്റിക്കർ വരെ സെൻഡ് ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പൊ മറ്റുള്ളവരുടെ സ്വകാര്യതയെ സംരക്ഷിക്കുന്ന രീതിയിലാണ് എന്ത് കാര്യം സോഷ്യൽ മീഡിയാസിൽ ചെയ്യാനായി. അതുപോലെ നമുക്ക് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ അഡ്വർടൈസ്മെന്റുകൾ, അത് കൂടുതൽ ഇമോഷണലായി കാണിക്കുന്ന അഡ്വർടൈസ്മെന്റുകൾ, ആ രീതിയിൽ സൊസൈറ്റിയെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിൽ അഡ്വർടൈസ്മെന്റുകളോ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആളുകൾക്കിടയിൽ യങ്ങർ ജനറേഷനിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ പാടില്ല എന്നാണ്. ഇപ്പൊ നമ്മൾ ഒരു ഡ്രഗ്സ് യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മൾ ആൽക്കഹോൾ യൂസ് ചെയ്യുകയാണെങ്കിലും അത് കമന്റ് വരാറുണ്ട്, ആൽക്കഹോള് ശരീരത്തിന് ഹാനികരമാണെന്ന് പറഞ്ഞിട്ടേ. പക്ഷെ അത് നമുക്കൊരു നെഗറ്റീവ് സൈഡ് ആണെങ്കിൽ പോലും അവിടെ കറക്റ്റ് അതിന്റെ ഒരു ബോധവൽക്കരണം അവർ ചെയ്യുന്നുണ്ടേ. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഇതിൽ സോഷ്യൽ മീഡിയാസിൽ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള അഡ്വർടൈസ്മെന്റുകളോ മറ്റുള്ളവരെ നെഗറ്റീവായി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകൾ കൊടുക്കാൻ പാടില്ല. ആ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആ റൂൾസ് പാലിച്ചിട്ടുണ്ടാവണം. മറ്റൊന്ന് യൂസർ ഡാറ്റ കളക്ഷൻ ആണ്. ഒരുപാട് ഡാറ്റ ഓവറായി കളക്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ നമുക്ക് വേണ്ട രീതിയിൽ മറ്റുള്ളവരെ സ്വകാര്യത മാനിക്കുന്ന രീതിയിൽ ആവശ്യത്തിലുള്ള ഡാറ്റാസ് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്, പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ. പിന്നെ അതുപോലെ യൂസർ ഇന്ററാക്ഷൻ ആണ്. റെഗുലേറ്റിംഗ് ഇന്ററാക്ഷൻ ഇൻ കമന്റ് ആൻഡ് പ്രൈവറ്റ് മെസ്സേജസ് എൻഷുറിംഗ് നോ ഫോം ഓഫ് ഹറാസ്മെന്റ് ഡിസ്ക്രിമിനേഷൻ. ഇപ്പൊ നമ്മൾ ഒരു സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെന്റ് കൊടുത്തു, അതില് ഒരുപാട് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരുപാട് കമന്റുകൾ ഇട്ടുണ്ടാവും. നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് കമന്റുകൾ ഉണ്ടാവും. ആ കമന്റുകൾ ഇടുന്ന സമയത്ത് മറ്റുള്ളവരെ ഹരാസ് ചെയ്യുന്ന രീതിയിലോ മറ്റ് വ്യക്തികളെ മറ്റ് കസ്റ്റമേഴ്സിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന രീതിയിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, കമന്റുകളൊന്നും ഓൺലൈൻ മാർക്കറ്റിംഗ് രംഗത്തോ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് രംഗത്തോ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊരു കാര്യമാണ് യൂസർ ഇന്ററാക്ഷൻ വന്നിട്ടുള്ളത്. നമുക്കത്
പറ്റുന്നതിൽ നോക്കുക ഡിസബിലിറ്റീസ് ഒക്കെയാണ്. ഇപ്പൊ നമ്മൾ സാധാരണ ഇതിൽ ഇപ്പൊ ന്യൂസ് വായിക്കുന്ന സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഡിസബിലിറ്റീസ് ഉള്ള ആളുകളൊക്കെയാണ്, ഇപ്പൊ ചെവി കേൾക്കാത്ത ആളുകള്, അവർക്ക് എന്ത് ചെയ്യാറുണ്ട്, ആംഗ്യ ഭാഷയില് ന്യൂസിനോടൊപ്പം മറ്റൊരു ലേഡിയോ ആരെങ്കിലും ഒരു വ്യക്തി ഇരുന്നിട്ട് അവർക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അതുപോലെ നമുക്ക് ഒരുപാട് ആക്സസിബിലിറ്റി വേണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിലും. ഇപ്പൊ നമ്മൾ എല്ലാ ഫിസിക്കൽ ക്വാളിറ്റീസ് ഉള്ള ആളുകളല്ല, ചിലപ്പോൾ ഡിസബിലിറ്റീസ് ഇല്ല, കണ്ടു കാണാത്ത ആളുകളോ അങ്ങനെ പല ഫിസിക്കൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളും നമുക്ക് സൊസൈറ്റിയിലുണ്ട്. അപ്പൊ അവർക്കും ഈ പ്രൊഡക്റ്റുകൾ ഓൺലൈനായി വാങ്ങിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ഫീച്ചേഴ്സ് എന്ത് ചെയ്യണം, അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവണമെന്നാണ്. ഇപ്പൊ നമുക്ക് ഒന്നും അല്ലെങ്കിൽ നമുക്ക് വോയിസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ സൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വോയിസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് ടെക്സ്റ്റ് ആയി മാറുന്നുണ്ട്. നമുക്ക് ആ രീതിയിൽ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനൊക്കെ ഒരു സൗകര്യം കിട്ടുന്നുണ്ട്. നമുക്ക് നേരെ ക്ലിക്ക് ചെയ്യാൻ കണ്ണ് കാണാത്ത ഒരാളാണ് ക്ലിക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും നമുക്ക് വേണ്ട വോയിസ് അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാപ്ചർ ചെയ്തിട്ട് എന്ത് ചെയ്യും, നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് ഇതിൽ വരും. അപ്പൊ അങ്ങനെ ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഡിസേബിലിറ്റീസ് ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിലും കസ്റ്റമേഴ്സ് ആണെങ്കിലും അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ വേണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് USA അതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ഡിസബിലിറ്റീസ് ആക്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ലീഗൽ റെഗുലേഷൻസ് അതിൽ ഇറക്കിയിട്ടുണ്ടെന്ന കാര്യം ഇതിൽ പറയുന്നുണ്ട്. നമുക്ക് നോക്കാൻ നെക്സ്റ്റ് ഹെഡിങ് ആണ് എത്തിക്കൽ കൺസിഡറേഷൻ ആണ്. നമ്മൾ ഇതുവരെ പറഞ്ഞു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഏതെല്ലാം രീതിയിലുള്ള ലീഗൽ ആസ്പെക്ട്സുകളാണ്, നിയമപരമായി എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ പാലിക്കേണ്ടത് എന്നൊരു കാര്യം പറഞ്ഞതിൽ നെക്സ്റ്റ് പറയാനുള്ളത് എത്തിക്കൽ കാര്യങ്ങളാണ്. എന്താ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എത്തിക്സ് പറഞ്ഞാൽ വാട്ട് ഈസ് റൈറ്റ് വാട്ട് ഈസ് ഫാൾസ് എന്നുള്ള കാര്യമാണ്. അല്ല നമുക്കൊരു മൊറാലിറ്റി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം ഉണ്ടാവും സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലാണെങ്കിലും നമ്മുടെ വാട്ട് ഈസ് റൈറ്റ് വാട്ട് ഈസ് റോങ് എന്ന രീതി നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന രീതിയിൽ ഒരുപാട് എത്തിക്സ് വരാറുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ ഓൺലൈനായി ബിസിനസ് ചെയ്യുകയാണെങ്കിലും സോഷ്യൽ മീഡിയാസിലൂടെ യൂട്യൂബിലൂടെ ഒക്കെ ഇതുപോലുള്ള പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈൻ അഡ്വർടൈസ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ചില എത്തിക്സുകൾ ഫോളോ ചെയ്യേണ്ട എത്തിക്സ് നോക്കുന്നത് പ്രൈവസി ആൻഡ് ഡാറ്റ പ്രൊട്ടക്ഷൻ ആണ്. നമ്മൾ ലീഗൽ സൈഡിൽ പറഞ്ഞ പോയിന്റിനെ ഇതിൽ വന്നിട്ടുള്ളത് മറ്റുള്ളവരുടെ ഡാറ്റാസ് കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എന്താ നമ്മൾ ആ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നാണ്. ഇപ്പൊ നമ്മൾ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ആദ്യമായി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഡാറ്റാസ് അവിടെ പേഴ്സണൽ ഡാറ്റാസ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്. ആ എൻ്റർ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കസ്റ്റമേഴ്സിന്റെ ഡാറ്റാസ് എന്ത് ചെയ്യണം, മാക്സിമം പ്രൊട്ടക്ട് ചെയ്യണം. മറ്റുള്ള ആളുകൾ അത് മിസ്യൂസ് ചെയ്യാത്ത രീതിയിൽ അതിന് ഡാറ്റ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ടാവണം എന്നൊരു കാര്യത്തിൽ പറയുന്നുണ്ട്. അതുപോലെ ഡാറ്റ സ്റ്റോറേജ് സെക്യൂരിറ്റി ആണ്. മാക്സിമം നമ്മുടെ കമ്പനിയിൽ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഡാറ്റ കറക്റ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് മറ്റുള്ള ആളുകളെ ഹാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് പോകാൻ പാടില്ല. മറ്റുള്ള ആളുകൾ നമ്മുടെ കമ്പനിയിലെ കസ്റ്റമേഴ്സിന്റെ ഡാറ്റാസിലേക്ക് അവർ എൻ്റർ ചെയ്യാനോ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഡാറ്റാസ് മിസ്യൂസ് ചെയ്യാനോ പാടില്ല. അപ്പൊ അതിന് വേണ്ട ഒരു പ്രിക്കോഷൻസ് സേഫ്റ്റി മെഷേഴ്സ് എന്ത് ചെയ്യണം, കറക്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഫയർവാൾ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവണം. നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഡാറ്റാസ് പോയും പ്രൊട്ടക്ട് ചെയ്യണം. അത് ഹാക്കിംഗ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതിനുള്ളൊരു കറക്റ്റ് മെഷേഴ്സ് എടുത്തിട്ടുണ്ടാവണം. മറ്റൊന്ന് ട്രാൻസ്പെറൻസി ആൻഡ് കൺസെന്റ് ആണ്. കൺസ്യൂമേഴ്സിന്റെ ഒരു എക്സ്പ്ലിസിറ്റ് കൺസെന്റ് ഉണ്ടായിരിക്കണം. ഇപ്പൊ നമ്മൾ കസ്റ്റമേഴ്സ് ഡാറ്റേഴ്സ് യൂസ് ചെയ്യുന്ന അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അവരെങ്ങനെയൊക്കെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നു, ഏതൊക്കെ ഓൺലൈൻ സൈറ്റ് യൂസ് ചെയ്യുന്നു, അവര് ഏതൊക്കെ സൈറ്റുകൾ വിസിറ്റ് ചെയ്യുന്നത്, ഇങ്ങനെല്ലാം നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ട് കുക്കീസിലൂടെ. അപ്പൊ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സിന്റെ ഒരു കൺസെന്റ് വേണം, അതുണ്ടായിരിക്കണം, കൺസെന്റ് ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ ഏതൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിലും അതിൽ ചോദിക്കുന്നുണ്ട്, ഒരുപാട് പെർമിഷൻ ചോദിക്കുന്നുണ്ട്. പല ആളുകളും അത് വായിച്ചു നോക്കാതെയാണ് ആലോ എന്ന് പ്രസ് ചെയ്യുന്നത്. ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഗാലറി ആക്സസ് ചെയ്യട്ടെ, നിങ്ങളെ മറ്റേ യൂട്യൂബിലെ ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യട്ടെ, നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് കണ്ടന്റ് ചെയ്യാനാണ്. നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുന്നത്, നമ്മൾ എന്താണ് ഓൺലൈൻ കൂടെ എന്താണ് വാങ്ങിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളും അവർക്ക് സെൻഡ് ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാ അലോ കൊടുത്തു കഴിഞ്ഞാല് നമ്മൾ യൂട്യൂബ് ഗാലറി എല്ലാം അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അത് മിസ്യൂസ് ചെയ്യാൻ സാധ്യത ഉണ്ട്. ഇപ്പൊ ഈ രീതിയിൽ കസ്റ്റമേഴ്സിന് കൺസെന്റോട് കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കൺസെന്റോട് അവർ ചോദിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ പല ആളുകളും എന്ത് ചെയ്യുന്നില്ല, വായിച്ചു നോക്കാതെയാണ് ഓരോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും അലോ എന്നതിൽ പെർമിഷൻ കൊടുക്കുന്നത്. മറ്റൊന്ന് ഹോണസ്റ്റി ആൻഡ് ട്രാൻസ്പെറൻസി ആണ്. ട്രൂത്ത്ഫുൾ ആയ അഡ്വർടൈസ്മെന്റ് മാത്രം കൊടുക്കുക. ഏതൊരു ഓൺലൈൻ അഡ്വർടൈസ്മെന്റ് ആണെങ്കിലും ഏതൊരു സെലിബ്രിറ്റീസിനെ വെച്ചോ ഫിലിം ആക്ടേഴ്സ് അല്ലെങ്കിൽ സ്പോർട്സ്മാന് ആര് വെച്ച് സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റ് ചെയ്യുകയാണെങ്കിലും സത്യസന്ധമായ വിവരങ്ങൾ മാത്രം ചെയ്യാൻ പാടുള്ളൂ, കൊടുക്കാൻ പാടുള്ളൂ. മറ്റുള്ളവരെ ഫ്രോഡ് ചെയ്യുന്ന രീതിയിൽ, ചതിക്കുന്ന രീതിയിലുള്ള തെറ്റായ വിവരങ്ങൾ ഒരാളിലും കൊടുക്കാൻ പാടില്ല. അപ്പൊ ആ ഡീറ്റെയിൽസ് കറക്റ്റ് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കുന്നത് മറ്റൊന്ന് സ്പോൺസേഡ് കണ്ടന്റ് ആണ്. ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്, അവര് എത്ര കാലമായി ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ ആണ്, നമുക്കത് വിശ്വസിക്കാൻ പറ്റും. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും എന്ത് ചെയ്യണം, അവരുടെ റിലേഷൻഷിപ്പ് വ്യക്തമാക്കുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ടാവണം. മറ്റൊന്ന് അവോയ്ഡിങ്
അവോയ്ഡിങ് ഹൈപ്പർ പേഴ്സണലൈസേഷൻ ആണ്. While targeted ads can be effective, excessive tracking over personalized ad can feel intrusive. ഇപ്പൊ നമ്മള് ഒരുപാട് പേഴ്സണലൈസ്ഡ് ആയ അഡ്വർടൈസ്മെന്റ് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഒരുപാട് നമ്മൾ ഇമെയിലിലേക്ക് ഒരുപാട് ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്താല് ഇൻബോക്സ് ഓവർലോഡ് ആയി പോകും. അതുപോലെ വാട്സപ്പിലാണെങ്കിലും ഒരു കമ്പനിയുടെ ബിസിനസ് അക്കൗണ്ട് ആണെങ്കിൽ ബിസിനസ് വാട്സപ്പ് ഗ്രൂപ്പ് ആണെങ്കിൽ ഒരുപാട് അഡ്വർടൈസ്മെന്റ് വന്നാലും പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ അനാവശ്യമായി ഒരു ഓൺലൈൻ മാർക്കറ്റിംഗ് ആണെങ്കിലും ഒരു കസ്റ്റമറെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ പാടില്ല. ആവശ്യത്തിനുള്ള രീതിയിൽ മാത്രമേ അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഫ്രീക്വൻസി ഓഫ് മെസ്സേജിങ് പറയുന്നുണ്ട്. എത്ര രീതിയിൽ അവരെ ബ്രാൻഡിന്റെ റെപ്യൂട്ടേഷൻ ഇല്ലാതാക്കുന്ന രീതിയിൽ, ഹാം ചെയ്യുന്ന രീതിയിൽ, അവർ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലൊന്നും മെസ്സേജ് സെൻഡ് ചെയ്യരുത്. ഫ്രീക്വൻസി വേണം. എത്ര സമയത്ത് എത്ര മെസ്സേജ് സെൻഡ് ചെയ്യണം, ഏതൊക്കെ ദിവസങ്ങൾ സെൻഡ് ചെയ്യണം, കറക്റ്റ് ഒരു ഓർഡർ വേണം. നമുക്ക് തോന്നിയ പോലെ ഒരു ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യാനോ നമുക്ക് തോന്നിയ പോലെ വാട്സപ്പിലേക്ക് അഡ്വർടൈസ്മെന്റ് സെൻഡ് ചെയ്യല്ല. കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യണം, അഡ്വർടൈസ്മെന്റ് അതിൽ സെൻഡ് ചെയ്യുക. ഒരു ഫ്രീക്വന്റ് ആയിട്ട് ഒരു കറക്റ്റ് ഡേയിലൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രമേ കസ്റ്റമേഴ്സിലേക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പാടുള്ളൂ. മറ്റേ എല്ലാം കൂടി അഡ്വർടൈസ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരും ശ്രദ്ധിക്കില്ല കസ്റ്റമേഴ്സ്. അപ്പൊ നോക്കുക. പിന്നെ ഫെയർ കോമ്പറ്റീഷൻ ആണ്. നെഗറ്റീവ് ക്യാമ്പയിൻസ് എന്ത് ചെയ്യണം, ഒഴിവാക്കുന്ന നല്ല കാര്യമാണ്. മാർക്കറ്റിംഗ് ഷുഡ് ഫോക്കസ് ഓൺ ഹൈലൈറ്റിംഗ് ദ ബ്രാൻഡ്സ് സ്ട്രെങ്ത് റാദർ ദാൻ അണ്ടർമൈനിങ് കോമ്പറ്റീറ്റേഴ്സ്. നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് മാക്സിമം ബ്രാൻഡ് സ്ട്രെങ്ത് കൂട്ടാൻ നോക്കണതില് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും നമുക്ക് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ പാടുള്ളൂ. അല്ലാതെ മറ്റുള്ളവരെ പിന്നെ താഴ്ത്തി കെട്ടിക്കൊണ്ടോ മറ്റുള്ള ബിസിനസ്സിന് പൊളിഞ്ഞു പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഹെൽത്തി കോമ്പറ്റീഷനിൽ മാത്രം ബിസിനസ് ചെയ്യാം. പിന്നെ എത്തിക്കൽ യൂസ് ഓഫ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ആണ്. Engaging in ethical SEO practices like avoiding black hat tactics that deceive search engine, ensure fair competition and better use experience. നമ്മളിപ്പോ എന്തെങ്കിലും കാര്യം സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു 2 ലെറ്റർ അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ പേര് കംപ്ലീറ്റ് ആയി വരുന്നുണ്ട്. ഇപ്പൊ ആമസോൺ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ AM അടിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൽ കറക്റ്റ് ആമസോണിന്റെ സൈറ്റിലേക്ക് അത് അവിടെ താഴെ പേര് കാണിക്കാം, ആമസോൺ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതേ രീതിയിൽ അത് നെഗറ്റീവായി യൂസ് ചെയ്യാനും പാടില്ല. അപ്പൊ നമ്മള് മറ്റേ ഫ്രോഡായ രീതിയിൽ വേറെന്തെങ്കിലും പേര് കാണിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള കമ്പനീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഫേക്ക് ആയിട്ടുള്ള ഒരു ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ഇതിൽ എത്തിക്കൽ യൂസ് ഓഫ് സെർച്ച് ഇൻ ഒപ്റ്റിമൈസേഷൻ പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന് ഇൻക്ലൂസിവിറ്റി ആൻഡ് റെപ്രസെന്റേഷൻ ആണ്. ഡൈവേഴ്സ് ഗ്രൂപ്പ് ആൻഡ് അവോയ്ഡിങ് സ്റ്റീരിയോടൈപ്പ് ദിസ് കോസസ് സെൻസിറ്റിവിറ്റി. സ്റ്റീരിയോടൈപ്പ് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരേ രീതിയിൽ അഡ്വർടൈസ്മെന്റിലല്ല കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾക്കറിയാം ഓൺലൈൻ രീതിയിൽ ഒരുപാട് അഡ്വർടൈസ്മെന്റ് വരുന്നുണ്ട്. ഫ്ലോട്ടിംഗ് അഡ്വർടൈസ്മെന്റ് പല രീതിയിലുള്ള, ഇപ്പൊ 30 സെക്കൻഡ് വരുന്ന അഡ്വർടൈസ്മെന്റുകൾ, അതെങ്കിൽ ചില അഡ്വർടൈസ്മെന്റ് നമ്മൾ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ കഴിയാറില്ലേ. അപ്പൊ പല രീതിയിലുള്ള ആടുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാ സമയത്തും ഒരേ ട്രെൻഡിലുള്ള അഡ്വർടൈസ്മെന്റ് കൊടുക്കാതെ ഒരു മോഡേൺ വേൾഡിനനുസരിച്ചുകൊണ്ട്, ഒരു ന്യൂ ജനറേഷൻ വേൾഡിനനുസരിച്ചുകൊണ്ട്, മാറുന്ന ലോകത്തിനനുസരിച്ച് എന്ത് ചെയ്യണം, പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്യുക, പുതിയ മാർക്കറ്റിംഗ് പാറ്റേണിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യണം, പുതിയ അഡ്വർടൈസ്മെന്റിലേക്ക് മാറണം. ഇപ്പൊ എല്ലാ സമയത്തും ഒരേ രീതിയിൽ അഡ്വർടൈസ്മെന്റ് അല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗിലാണെങ്കിലും കൊടുക്കേണ്ടത്. അഡ്വർടൈസ്മെന്റ് എന്ത് ചെയ്യേണ്ടി വരും, അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും എന്നൊരു കാര്യത്തിൽ പറയുന്നുണ്ട്. മറ്റൊന്ന് എൻവിയോൺമെന്റൽ റെസ്പോൺസിബിലിറ്റി ആണ് മറ്റൊരു എത്തിക്സിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് പറഞ്ഞിട്ടുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ക്യാൻ പ്രൊമോട്ട് പ്രോഡക്റ്റ് വിത്ത് എ ക്ലിയർ മെസ്സേജ് അബൌട്ട് എൻവിയോൺമെന്റൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് സസ്റ്റൈനബിൾ പ്രാക്ടീസസ് ആൻഡ് അവോയ്ഡ് പ്രൊമോട്ടിംഗ് ഓവർ കൺസംപ്ഷൻ ഓർ വേസ്റ്റ്ഫുൾ പ്രൊഡക്റ്റ്. ഇനി നമുക്ക് എല്ലാ ബിസിനസ്സുകാരാണെങ്കിലും മാക്സിമം അവരുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്ത് പോകണമെന്നേ ആഗ്രഹം ഉണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെയെന്ന് വെച്ചിട്ട് ഒരു വേസ്റ്റബിൾ പ്രൊഡക്റ്റ് ആണെങ്കിലും അത്ര അത്യാവശ്യം ഇല്ലെങ്കിലും കസ്റ്റമേഴ്സിനെ കൊണ്ട് വാങ്ങിപ്പിച്ച് ലാഭം ഉണ്ടാക്കാന്ന രീതിയിൽ പോകാനും പാടില്ലേ. അപ്പൊ നമുക്ക് കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള രീതിയിൽ മാത്രമേ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് തീരെ ആവശ്യമില്ലാത്ത വേസ്റ്റ്ഫുൾ പ്രൊഡക്റ്റുകൾ, നമുക്ക് അത്ര ഒരു റെലവെന്റ് ആയി തോന്നാത്ത പ്രൊഡക്റ്റ് പോലും പരസ്യം കണ്ടിട്ട് വെറുതെ വാങ്ങിച്ച് കൂട്ടുന്ന രീതിയിലേക്ക് പോകാൻ പാടില്ല. അപ്പൊ പല ആളുകളും ചെയ്യാറുണ്ട്. ഒരു ലക്ഷറിയസ് ആയിട്ട് ആളുകൾ ജീവിക്കുന്നുണ്ട്, അതേ സ്റ്റൈൽ അനുസരിച്ച് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും. അപ്പൊ നമുക്ക് ഇല്ല ഫിനാൻഷ്യൽ റിസോഴ്സ് വെച്ചിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് പരസ്യങ്ങൾ കണ്ടിട്ട് നമുക്ക് അത്ര റെലവെന്റ് അല്ലാത്ത പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും എന്ത് ചെയ്യും, കസ്റ്റമേഴ്സിന് വാങ്ങിക്കാനുള്ള ടെൻഡൻസി കൂടും. അപ്പൊ അങ്ങനെ ആളുകളെ മിസ്യൂസ് ചെയ്യുന്ന രീതി ആവരുത്. അങ്ങനെ ആ പരസ്യം കണ്ടു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചേ പറ്റുള്ളൂ. ഒരു ആവശ്യം ഇല്ലെങ്കിൽ, അത്ര അത്യാവശ്യം ഇല്ലെങ്കിലും കൂടുതൽ എണ്ണം വാങ്ങിക്കണം, അല്ലെങ്കിൽ കൂടുതൽ വാങ്ങിക്കണം ടെൻഡൻസി തോന്നിക്കുന്ന രീതിയിലാവാൻ പാടില്ല. മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റ് കൂടുതൽ സെയിൽ ചെയ്ത് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും കസ്റ്റമേഴ്സിനെ പിന്നെ നശിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു വേസ്റ്റ്ഫുൾ ആയ രീതിയിൽ അത്യാവശ്യമില്ലാത്ത പ്രൊഡക്റ്റ് പോലും വാങ്ങിപ്പിക്കുന്ന ടെൻഡൻസിയിലേക്കും പരസ്യങ്ങൾ കാണിക്കാൻ പാടില്ല എന്നൊരു കാര്യം പറയുന്നുണ്ട്. ഇതെല്ലാം ഇതിലെ
നോക്കത്തില് എൻവയോൺമെന്റൽ പ്രാക്ടീസിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യമാണ് ഇതില് നമുക്കിതിൽ പറയേണ്ടായിരുന്നത്. എന്തെല്ലാമാണ് ഓൺലൈൻ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് ലീഗലായി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഓൺലൈൻ മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിലും ഓൺലൈൻ കൂടെ ബിസിനസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും ലീഗലായി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ എത്തിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊരു കാര്യത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.